അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ പെയേഴ്സ് ഓഫ് ഇക്വേഷനുള്ള സമവാക്യ ജോഡികൾ എന്നുള്ള ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 9 ആഡഡ് ടു 5 ടൈംസ് എ നമ്പർ വി ഗെറ്റ് 24. ഒരു സംഖ്യയുടെ 5 മടങ്ങിലോട്ട് 9 കൂട്ടിയാൽ 24 കിട്ടും. സംഖ്യ ഏതെന്ന് ചോദിച്ചു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. ഒരു സംഖ്യ നമുക്കറിയില്ല സംഖ്യ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സംഖ്യക്ക് എക്സ് എന്ന് എടുക്കും. ഓക്കെ, ഇംഗ്ലീഷിൽ എ നമ്പർ അത് നമ്മൾ എക്സ് എന്ന് എടുത്തു. അപ്പോൾ സംഖ്യയുടെ 5 മടങ്ങാണ് 5 ടൈംസ് എ നമ്പർ. അത് നമുക്ക് എന്ത് കൊടുക്കാം, സംഖ്യയുടെ 5 മടങ്ങ് 5 ടൈംസ് എ നമ്പർ എന്ന് പറയുമ്പോൾ സംഖ്യയുടെ 5 മടങ്ങ്, മലയാളത്തിൽ സംഖ്യയുടെ 5 മടങ്ങ് അതായത് അത് നമ്മൾ എന്ത് കൊടുക്കുന്നു, 5x എന്ന് കൊടുക്കുക. സംഖ്യയുടെ 5 മടങ്ങാണ് 5 ടൈംസ് ടേബിൾ ആണെങ്കിൽ നമ്മൾ 1 × 5 2 × 5 എന്ന് പറയാം. അപ്പോൾ നമുക്ക് സംഖ്യ അറിയില്ല, അപ്പോൾ x × 5 ഓർ 5x എന്ന് കൊടുക്കും. ഇനി നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, സംഖ്യയുടെ 5 മടങ്ങിലോട്ട് 9 കൂട്ടിയാൽ, അപ്പോൾ 9 ആഡ് ചെയ്താൽ നമ്മുടെ ഇക്വേഷൻ എന്താകും, നമ്മൾ എങ്ങനെ ആ ഇക്വേഷൻ എഴുതുക, 5xലോട്ട് സംഖ്യയുടെ 5 മടങ്ങിലോട്ട് 9 കൂട്ടിയാൽ 24 കിട്ടും. വി ഗെറ്റ് 24 എന്നുള്ളതിന് നമ്മൾ ഇങ്ങനെ എഴുതണം. ഓക്കെ, സംഖ്യയുടെ 5 മടങ്ങിലോട്ട് 9 കൂട്ടിയാൽ 24 കിട്ടും. 5 ടൈംസ് നമ്പർ എക്സ് ആണ്, 5 ടൈംസ് എ നമ്പർ 5x ആണ്. 5xലോട്ട് 9 ആഡ് ചെയ്താൽ 9 ആഡഡ് ടു 5 ടൈംസ് എ നമ്പർ. ഇതിനെങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, 9 ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. 9 ആഡഡ് ടു 5 ടൈംസ് എ നമ്പർ വി ഗെറ്റ് 24. ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഇത് രണ്ടും ശരി തന്നെയാണ്. ഇനി ഇതൊന്ന് നമ്മളുടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, ഓക്കെ, 9 ആഡഡ് ടു 5 ടൈംസ് എ നമ്പർ വി ഗെറ്റ് 24. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എക്സിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കി നമ്പേഴ്സിനെ അങ്ങോട്ട് കൊണ്ടുപോകണം, ഒന്നിച്ച് കൊണ്ടുപോകരുത്. അപ്പോൾ ആദ്യം നമുക്ക് 9 കൊണ്ടുപോകാം. 5xനെ ഇവിടെ നിർത്തുക. 5x ഈക്വൽ 24 എന്ന് കിട്ടും. 24ൻ്റെ അടുത്തോട്ടാണ് കൊണ്ടുപോകുന്നത്, അപ്പോൾ 24 ആദ്യം എഴുതണം. 9 ആണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. 9 ഈക്വൽസ് അതിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ ഇവിടെ പ്ലസ് സൈനാണ്, 9ൻ്റെ കൂടെ സൈനൊന്നും ഇല്ല, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്ലസ് സൈനാണ്. സോ അത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആകും. 24 മൈനസ് 9 എന്ന് വരും. ദാറ്റ് ഈസ് 5x ഈക്വൽ 24 മൈനസ് 9. 24ന്ന് 9 മൈനസ് ചെയ്താൽ എന്ത് വരും, നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. 14ന്ന് 9 മൈനസ് ചെയ്താൽ 5, ഇവിടെ ഇനി ബാലൻസ് വന്നുണ്ടാകുക 15 എന്ന് വരും. 5x ഈക്വൽ 15 ആണെങ്കിൽ ഇനി നമ്മൾ എന്താക്കണം, ഈ 5നെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ചിലർക്കൊക്കെ സംശയം ഉണ്ടാകും, ഇവിടെ പ്ലസ് അല്ലേ, അപ്പോൾ ഈ 5 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആണോ ആവുക. ഇവിടെ പ്ലസിൻ്റെ മുന്നേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് 5x എന്ന് പറയുമ്പോൾ 5 × x ആണ്. 5 × x എന്ന് പറയുമ്പോൾ 5ൻ്റെ കൂടെ ഇവിടെ ഒരു ഇൻറ്റു ഉള്ളത് കാരണം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു അങ്ങോട്ട് പോകുമ്പോൾ എന്താകും, ഡിവിഷനായിട്ട് മാറും. അപ്പോൾ 15/5 ആണ് വരിക. ദാറ്റ് ഈസ് x ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇനി നമുക്ക് കൊടുത്തു നോക്കാം. 9 + 5x എന്നുള്ളിടത്ത് നമുക്ക് എക്സിന് പകരം നമുക്ക് കിട്ടിയ 3യെ കൊടുത്തു നോക്കാം. 9 + 5 × 3 എന്ത് വരും, 5 × 3 നമുക്ക് 15 എന്ന് എഴുതാം. അപ്പോൾ 9 + 15, 9 + 15 എന്താ വരിക, ദാറ്റ് ഈസ് ഈക്വൽ 24. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിന് 3 കൊടുക്കുമ്പോഴാണ് 9 + 15 ഈക്വൽ ടു 24 ആവുന്നത്. എക്സിൻ്റെ വാല്യൂ നമ്മളത് കറക്റ്റാണ്, നമുക്ക് 24 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഈ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്.